തമിഴ്നാട് വിളവങ്കോട് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന CSI ദക്ഷിണ കേരള മഹാ ഇടവക സെക്രട്ടറി ടി പ്രവീണിനെ പിന്തുണയ്ക്കാതെ സഭാ നേതൃത്വം. രാഷ്ട്രീയ നിലപാട് സഭ പ്രഖ്യാപിക്കില്ലെന്ന് CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്സ് കൗൺസിൽ സെക്രട്ടറി ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കൊശി ചെറിയാൻ പറഞ്ഞു. ആർക്കും പ്രത്യേകമായ പിന്തുണ സഭ നൽകാറില്ല. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് CSI വിശ്വാസികളെന്നും കൗൺസിൽ സെക്രട്ടറി പറഞ്ഞു. എല്ലാവർക്കും രാഷ്ട്രീയമായി ചിന്തിക്കാനുള്ള പക്വതയുള്ളവരാണ് CSIയിലെ വിശ്വാസികൾ എന്ന് തന്നെയാണ് ബിഷപ്പ് എന്ന നിലയിൽ എൻ്റെ വിശ്വാസം. എൻ്റേന്ന് മാത്രമല്ല, ഞങ്ങളുടെ 6 മഹാ ഇടവകളും കാണുന്നത് അങ്ങനെയാണ്. ഒരിക്കലും ഞങ്ങളൊരു ഇടയലേഖനം ഇറക്കാറില്ല വോട്ടിങ്ങിന് വേണ്ടി. കാരണം എല്ലാവർക്കും അവരുടേതായ വിശ്വാസ രീതികളുണ്ട്. അവർ വിശ്വസിക്കുന്ന പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, എന്തായാലും തെക്കൻ കേരളത്തിൽ ഒന്നാകെ തന്നെ ഈ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകും എന്നൊക്കെ കരുതുന്ന തരത്തിലായിരുന്നു ഈ നീക്കം ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും സഭയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള ഒരു പിന്തുണയല്ല ഇപ്പോൾ ലഭിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വോട്ടർമാരോട് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഇടയലേഖനം ഇറക്കുന്ന ഒരു പതിവ് CSIക്ക് ഇല്ല എന്ന് സഭാ നേതൃത്വം പറയുന്നു. രജിഷ, അത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥിത്തിന് പിന്നാലെ തന്നെ ടി പ്രവീൺ നടത്തിയ ഒരു പ്രതികരണമുണ്ട്. സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ UDFനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാട് വരും. കാരണം പരിഗണന നൽകിയ പാർട്ടിക്ക് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പിന്തുണ ഉണ്ടാകുമെന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്ന ഇത്തരത്തിൽ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ആർക്കും പ്രത്യേകമായ പിന്തുണ സഭയായി നൽകുന്നില്ല. പൊതുവായി സഭ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നില്ല. ഇത്തവണയും ഒട്ടും ആ നിലപാട് സ്വീകരിക്കുന്നില്ല. ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് സ്വന്തം തീരുമാനമാണ്. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് CSI വിശ്വാസികൾ. ഒരിക്കലും ഇടയലേഖനം സഭ ഇറക്കാറില്ല. അത് സഭയുടെ നിലപാടല്ല. എല്ലാവർക്കും അവരുടേതായ വിശ്വാസ രീതികളും രാഷ്ട്രീയ നിലപാടുകളുമുണ്ട്. കേരളത്തിലെ ജനത എങ്ങനെ നീങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള പക്വതയും വിശ്വാസികൾക്കുണ്ടെന്നുകൂടി ഇപ്പോൾ ഈ CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്സ് കൗൺസിൽ സെക്രട്ടറി ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തന്നെ പറയുകയാണ്. ആ വാക്കുകളുടെ പ്രാധാന്യം രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ള വാക്കുകളാണ്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രതിഫലനം ഉണ്ടാകുമെന്ന് കോൺഗ്രസിന്റെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ആ കാര്യത്തിലാണ് ഇപ്പോൾ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഏതാണെങ്കിലും ഇപ്പോൾ നിലവിലുള്ളത് കോവളത്തെ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന്. ഒരുപാട് സീറ്റ് ലഭിക്കേണ്ടതുണ്ട് എങ്കിൽ 14-ൽ ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് എങ്കിൽ ഈ നീക്കം നടക്കുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷ. പക്ഷേ സഭ പൂർണ്ണമായും ഈ രീതിയിൽ പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനും നിലവിലുള്ള ഈ നിലപാട് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രജീഷ്, കോൺഗ്രസ് ഈ നീക്കങ്ങളോടൊക്കെ നടത്തിയപ്പോൾ തന്നെ ഇത്തരത്തിൽ ടി പ്രവീണിനെ സ്ഥാനാർത്ഥിയാക്കിയതൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ സീറ്റുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു. കാരണം തിരുവനന്തപുരത്തുള്ള സ്വാധീനം 9 സീറ്റുകളിലോളം CSI സഭയ്ക്ക് ഉൾപ്പെടെയുള്ള സ്വാധീനം അതുൾപ്പെടെ കണക്കിലെടുത്തു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രതികരണങ്ങളും ഈ സ്ഥാനാർത്ഥിയുടെ ടി പ്രവീണിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൽ ഈ ഇത്തരത്തിൽ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടാകുമെന്നുൾപ്പെടെ. പക്ഷേ ആ കാര്യത്തിൽ അത്തരത്തിലൊരു പ്രതികരണം പിന്നീട് ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ തന്നെ പ്രത്യേകമായ ഒരു പരിഗണന സഭ പിന്തുണ ആർക്കും നൽകുന്നില്ല. പകരം പൊതുവായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സഭാ വിശ്വാസികൾക്ക് അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും രജിഷ് പറഞ്ഞതുപോലെ അത്തരത്തിൽ ഈ പ്രതീക്ഷിച്ച നിലയിലേക്ക് ആ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം വ്യക്തമാക്കുന്നതാണ് ആ പ്രതികരണങ്ങൾ. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ ഈ പ്രതികരണം വളരെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ളതാണ്.